പാതി വഴിയിൽ നിന്ന് പോയ IPL മത്സരങ്ങൾ പുനരാരംഭിക്കുമ്പോൾ ആരൊക്കെയാണ് പ്ലേ ഓഫിലെത്താൻ സാധ്യതകൾ, ആരൊക്കെയാണ് പുറത്താകാനുള്ള സാധ്യതകൾ, ആ സാധ്യതകളെക്കുറിച്ചൊന്ന് നമുക്ക് വിലയിരുത്തിയാലോ? ഹായ് ഫ്രണ്ട്സ്, സീക്ക് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. IPL 2025 സീസൺ അതിൻ്റെ ആവേശക്കൊടിമുടിയിൽ നിൽക്കുമ്പോഴാണ് അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടാകുന്നതും മത്സരങ്ങൾ നീട്ടിവെക്കുന്നതും. ഇതോടുകൂടി ക്രിക്കറ്റ് നീട്ടിവെച്ച് നേഷൻ ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി എല്ലാവരും ഇന്ത്യൻ സൈന്യത്തോടൊപ്പം നിലയുറപ്പിച്ചു. എന്നാൽ സീസ് ഫയർ നിലവിൽ വന്നതോടുകൂടി ശനിയാഴ്ച മുതൽ വീണ്ടും IPL പുനരാരംഭിക്കുമ്പോൾ ഈ ആവേശങ്ങൾ കൂടിയാണ് വീണ്ടും ഉയരുന്നത്. നിലവിൽ 12 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോഴും ഒരു ടീമിനും പ്ലേ ഓഫ് ഉറപ്പിക്കാനായില്ല എന്നത് പോരാട്ടങ്ങളുടെ തീവ്രത തന്നെ കൂട്ടും. അതേസമയം ഗുജറാത്ത് ടൈറ്റൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും പ്ലേ ഓഫിന് ഒരു ജയം മാത്രം അകലെയാണ്. ഇരു ടീമുകൾക്ക് 3 മത്സരങ്ങൾ ബാക്കി നിൽക്കെ 16 പോയിന്റ് വീതമുണ്ട്. അടുത്ത 3 കളികളിൽ ഒരെണ്ണം ജയിച്ചാൽ RCBക്കും ഗുജറാത്തിനും പ്ലേ ഓഫിലെത്താം. ഒന്നാം സ്ഥാനത്തുള്ള ഗുജറാത്തിന് അവസാന 3 കളികൾ 18 എവേ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസും, 22 ഹോം മത്സരത്തിൽ ലക്നൌവും, 25 ചെന്നൈ സൂപ്പർ കിങ്സുമാണ് എതിരാളികൾ. 11 കളികളിൽ 15 പോയിന്റുമായി പട്ടികയിൽ 3-ാം സ്ഥാനത്തുള്ള പഞ്ചാബിന് 3 കളികൾ ബാക്കിയുണ്ട്. ഇതിൽ ഒരു കളി ജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാമെങ്കിലും 2 കളികൾ ജയിച്ചാൽ ആദ്യ 2 സ്ഥാനങ്ങളിലും നേടാനുള്ള അവസരമുണ്ട്. 12 കളികളിൽ 14 പോയിന്റുമായി 4-ാം സ്ഥാനത്തുള്ള മുംബൈ ഇന്ത്യൻസിന് അവശേഷിക്കുന്ന 2 മത്സരങ്ങളും ജീവൻ മരണ പോരാട്ടങ്ങളാണ്. പ്ലേ ഓഫ് പ്രതീക്ഷയുള്ള ഡൽഹി ക്യാപിറ്റൽസുമായാണ് മുംബൈയുടെ അടുത്ത മത്സരം. ശേഷം പഞ്ചാബിനെ നേരിടണം. ഈ 2 കളികളിലൊന്ന് ജയിച്ചാൽ 16 പോയിന്റ് ആകുമെങ്കിലും പ്ലേ ഓഫ് ഉറപ്പിക്കാനാവില്ല. മറ്റുള്ള ടീമുകളുടെ പോയിന്റ് കൂടി നോക്കേണ്ടി വരും. എന്നാൽ 2ഉം ജയിച്ചാൽ മറ്റു ടെൻഷനുകളൊന്നുമില്ലാതെ പ്ലേ ഓഫ് കാണാം. 11 കളികളിൽ 13 പോയിന്റുകളുള്ള 5-ാം സ്ഥാനത്തായ ഡൽഹിക്കാവട്ടെ അവസാന 3 കളികളും ജയിച്ചാൽ 19 പോയിന്റുമായി പ്ലേ ഓഫ് ഉറപ്പിക്കാം. ശക്തരായ ഗുജറാത്തിനെയും മുംബൈയിനെയും പഞ്ചാബിനെയുമാണ് അവർക്ക് നേരിടേണ്ടത്. അതിനാൽ ഡൽഹിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. 12 കളികളിൽ 11 പോയിന്റുള്ള നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയെ അവസാന 2 കളികൾ ജയിച്ചാലും പ്ലേ ഓഫ് ഉറപ്പില്ല. RCBയെയും ഹൈദരാബാദിനെയുമാണ് കൊൽക്കത്തയ്ക്ക് നേരിടേണ്ടത്. 11 കളികളിൽ 10 പോയിന്റുമായി 7-ാം സ്ഥാനത്തുള്ള ലക്നൗ അവസാന 3 കളി ജയിച്ചാലും പ്ലേ ഓഫ് ഉറപ്പില്ല. മോശം നെറ്റ് റൺ റേറ്റും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ഏതായാലും ആരൊക്കെ പ്ലേ ഓഫിൽ കടക്കുമെന്നത് പ്രേക്ഷകരായ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോയിൽ ഉണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.